ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഏട്ടൻ്റെ വൈഫ് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാട്ടോ, ദുബായിലോട്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളുമാണ് ഇനിയുള്ള കുറച്ച് വീഡിയോസായിട്ട് വരിക. അപ്പോൾ തോട്ടട തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് അത്യാവശ്യം കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഓരോ ഗസ്റ്റായിട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിലുള്ള സർവ്വ സാധനങ്ങൾ ഇപ്പോൾ അവിടെ നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും അത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി അതിനുണ്ടാവുമല്ലോ. അതുകൊണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഏട്ടിയമ്മ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടും ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ടും വളരെയധികം ടെൻഷനോടെയാണ് മൂപ്പറുള്ളത്. സന്തോഷമുണ്ട്, പാതി സങ്കടമുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ, സന്തോഷം വന്നാലും നമ്മൾ നേരെ പോയി കേക്ക് വാങ്ങിക്കും, കട്ട് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. കേക്കില്ലാണ്ട് ഇപ്പോൾ ഒരു ആഘോഷവും ഇല്ലാത്തൊരവസ്ഥയായി. അതുകൊണ്ട് തന്നെ പോകുന്നത് ചെറിയൊരു സെലിബ്രേഷനാക്കി മാറ്റാനും ഞാൻ മറന്നില്ല. അതുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മളൊരു കേക്കും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് നടന്നു. പിന്നെ പാക്കിങ്ങിൻ്റെ മഹാമേളയാണ്. പാക്കിങ് എത്ര തവണ പാക്ക് ചെയ്താലും നമ്മൾ തലങ്ങും വിലങ്ങും നോക്കിക്കൊണ്ടിരിക്കും. വെയിറ്റ് നോക്കും, പാക്ക് ചെയ്യും, സാധനങ്ങൾ മാറ്റും, പിന്നെ അറേഞ്ച് ചെയ്യും. ഇത് തന്നെ അവസ്ഥ. ഒരാഴ്ച മുന്നേ നമ്മൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്താലും പോകുന്നതിൻ്റെ തലേന്നും കൂടെ നമ്മൾ എന്തെങ്കിലും കുത്തിക്കയറ്റി വെക്കാനുള്ള മാക്സിമം ശ്രമിക്കും. അതിൽ ലാസ്റ്റ് അതിൽ നിന്നെല്ലാം പുറത്തേക്കായിരിക്കും ഉണ്ടാവുക. പുറത്തേക്കെല്ലാം ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, നമ്മൾ പോകുന്ന അന്ന് ആരെങ്കിലും ഗസ്റ്റ് കയറി വരികയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ടെൻഷനും ഉണ്ടാവും. പിന്നെ വന്നവരെ നേരാവണ്ണം ട്രീറ്റ് ചെയ്യാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ 1-2 ദിവസം മുന്നേ റിലേറ്റീവ്സൊക്കെ വന്നു പോകാൻ വേണ്ടി നമ്മൾ മാക്സിമം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രമാണിച്ച് ആൾക്കാരെല്ലാം കുറച്ച് ദിവസം മുന്നേ തന്നെ വന്നിട്ടുണ്ട്. ഏട്ടൻ്റെയും വൈഫിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞത്. ഏട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗ്രാൻഡ് സെലിബ്രേഷനൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റിലേറ്റീവ്സിനൊന്നും ആരും വിളിച്ചിട്ടുമില്ല. ഏട്ടത്തിമ്മേൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ വന്നപ്പോൾ അവർ ചെറിയൊരു കേക്കൊക്കെ കൊണ്ടുവന്ന് നമ്മളത് കട്ട് ചെയ്ത് ചെറിയൊരു സെലിബ്രേഷൻ നടത്തി. തറവാട്ട് വീട്ടിൽ ജനിച്ച് വളർന്നതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുള്ള ശീലം കുഞ്ഞുനാൾ മുതലേ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതായത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് വീട്ടിൽ ഫങ്ഷൻ വെക്കുക, ആൾക്കാർ വരിക, സെലിബ്രേറ്റ് ചെയ്യുക, അതുപോലെ ട്രീറ്റ് ചെയ്യുക, വയറും മനസ്സും നിറയുന്ന സ്വീകരണം കൊടുക്കാനും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അമ്മത്തിന് ആരുമുനെ പത്ത് 50 വർഷത്തിനും മേലെ പഴക്കമുണ്ട് എൻ്റെ ഈ വീട്ടിന്. പുറമേ നിന്ന് നോക്കുമ്പോൾ തറവാട് വീടാണെങ്കിലും അകത്തുള്ള റൂംസ് എല്ലാം അമ്മേൻ്റെ ഐഡിയ വെച്ചിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗകര്യങ്ങൾ നമ്മളെ വീട്ടിൻ്റെ അകത്തുണ്ട് താനും. ഇങ്ങനെ ചെറിയ ഫങ്ഷൻസൊക്കെ നമ്മളെ വീട്ടിൽ ഇടയ്ക്കൊന്ന് നടത്തണം കേട്ടോ. ഗെറ്റ് ടുഗദറൊക്കെ വെക്കുമ്പോഴേ ഒരു പോസിറ്റീവ് വൈബായിരിക്കും. ഏത് പാതിരാത്രി ആയാലും ആര് കയറി വന്നാലും മേശ നിറയെ സാധനങ്ങളുണ്ടാവും. അതിന് അമ്മയാണെങ്കിലോ അടുക്കളേൻ്റെ ഒരു മൂലക്കും ഉണ്ടാവും. വെച്ചുണ്ടാക്കി കൊടുക്കാനും അതുപോലെ ആൾക്കാരെ സൽക്കരിക്കാനുള്ള ഒരു കഴിവ്, ഭയങ്കര എനർജി ആ ഒരു കാര്യത്തിൽ. അപ്പം നൈറ്റ് ആയപ്പോൾ നമ്മൾ വാങ്ങിച്ച കേക്ക് ഉണ്ടായിരുന്നല്ലോ, അതെല്ലാവരും കൂടെ ഇരുന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എഴുത്തിമ്മേൻ്റെ അമ്മ അന്ന് രാത്രി ഉണ്ടായിരുന്നു. ഞാനും അമ്മയും എഴുത്തിമ്മേൻ്റെ അമ്മയും കണ്ണനും ഒക്കെ കൂടി ചെറിയൊരു സെലിബ്രേഷൻ. വാഞ്ചോ കേക്ക് പ്രതീക്ഷിച്ച് പോയത് നമുക്ക് കിട്ടിയത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. പക്ഷേ നല്ല തിക്ക് ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പാക്കിങ്ങിൻ്റെ കലാശക്കൊട്ടാകുമ്പോഴത്തേക്ക് തന്നെ രാത്രി 1 മണിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മളെല്ലാം തന്നെ സെറ്റാക്കി രാത്രി തന്നെ. അങ്ങനെ പറഞ്ഞ് പോകേണ്ട ദിവസം രാവിലെയായി. രാവിലത്തെ ടിഫിനായിട്ടുണ്ടായത് ഇഡലിയും സാമ്പാറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നേ. ഏട്ടിമേനെ സെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടിമേൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുതിർന്നവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ പകുതി കാര്യം സക്സസ് ആവുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും വാങ്ങി ഏട്ടിയമ്മ എയർപോർട്ടിലേക്ക് തിരിച്ച് വന്നു കയറിയ ആള് നമ്മളിൽ ഒരാളെ പോലെ ആയാൽ നല്ലൊരു കാര്യത്തിനാണ് അവർ പോകുന്നതെങ്കിലും നമ്മളെ വിട്ടു നിൽക്കുമ്പോൾ സങ്കടം വരും. കുഞ്ഞുനാളിലും മുത്തച്ഛന്മാരും മൂത്തമ്മമാരും കസിൻസും ഒക്കെ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഇതേ വിഷമം ഞാൻ എൻ്റെ തലയാണകളോട് കുറേ പരിഭവങ്ങളായിട്ട് പറയൽ വെക്കേഷൻ തീരുമ്പോൾ ഉള്ള സ്ഥിരം കാഴ്ചകളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കൂടാതെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. വീണ്ടും കാണാം. ബൈ.